കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേര് എറുമ്പുകളും വെട്ടുക്കിളിയും. വേനൽക്കാലത്ത് ഒരു സന്തോഷകരമായ ദിവസമായിരുന്നു അന്ന്. എല്ലാവരും അവരവരുടെ ജോലികൾ നോക്കുകയായിരുന്നു. വേനൽക്കാലമായതുകൊണ്ട് സൂര്യനും നല്ല പ്രകാശത്തോടെ ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും പറവകളും തങ്ങളുടെ ജോലിയിൽ തിരക്കിലായിരുന്നു. എല്ലാവരെയും പോലെ എറുമ്പുകളും എവിടെയൊക്കെ ധാന്യങ്ങൾ കിട്ടുമോ അതൊക്കെ ശേഖരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇങ്ങനെ എവിടെയൊക്കെ ധാന്യങ്ങൾ കിട്ടുമോ അതൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വച്ചിരുന്നു. എന്തെന്നാൽ അവരെ കൊണ്ട് തണുപ്പ് കാലത്ത് ജോലി ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു വെട്ടുക്കിളിയും ഉണ്ടായിരുന്നു. എറുമ്പുകൾ എല്ലാ ധാന്യങ്ങളും അവസരത്തോടെ ശേഖരിക്കുന്നത് അത് കാണുകയായിരുന്നു. എറുമ്പുകളോട് അത് പോയി ചോദിച്ചു, ഏയ് എറുമ്പ് ചേച്ചി, നിങ്ങളെല്ലാരും എന്തു ചെയ്യുക? അതിന് എറുമ്പുകൾ പറഞ്ഞു, ഞങ്ങൾ ധാന്യങ്ങൾ ശേഖരിക്കുകയാണ്. അപ്പോൾ ആ വെട്ടുക്കിളി ചോദിച്ചു, ധാന്യങ്ങൾ ശേഖരിക്കുന്നുവോ? എന്തേ, അയൽവക്കത്ത് ഗ്രാമങ്ങളോ അവിടെ തിന്നാൻ സാധനങ്ങളോ കിട്ടില്ലേ? പിന്നീട് എന്തിനാ നിങ്ങൾ ഇത്രത്തോളം ജോലി ചെയ്യുന്നത്? അപ്പോൾ എറുമ്പുകൾ പറഞ്ഞു, അയ്യേ, ഇപ്പൊ കഴിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇതൊക്കെ ശേഖരിക്കുന്നത്. തണുപ്പ് കാലത്ത് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ശേഖരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളും ഇതുപോലെ ശേഖരിക്കാൻ തുടങ്ങും വെട്ടുക്കിളി ചേട്ടാ. എന്തെന്നാൽ തണുപ്പ് കാലത്ത് ഇതുപോലെ ഒന്നും കിട്ടില്ല. വെട്ടുക്കിളി മുഖത്ത് ഹാസ്യത്തോടെ പറഞ്ഞു, എന്റെ സഹോദരി, വെയിൽക്കാലത്ത് ഇത്ര പ്രകാശത്തോടെയുള്ള നേരത്ത് ഇങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല. വെളിയിൽ എത്ര മനോഹരമായിട്ടാണുള്ളത്. വെയിലിൽ ആരുമേ ഇത്ര ജോലി ചെയ്യരുത്. ജീവിതം എന്നത് എപ്പോഴും ജോളിയായിരിക്കണം. എന്നെ നോക്കൂ, ഞാൻ ഇത്ര സന്തോഷത്തോടെ ആടിക്കൊണ്ട് ചുറ്റുവാണ്. ജീവിതം എന്നത് സന്തോഷത്തോടെ ഉണ്ടാവേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എറുമ്പ് പറഞ്ഞു, ഇല്ല ഇല്ല വെട്ടുക്കിളി ചേട്ടാ, അങ്ങനെയല്ല. നമുക്ക് നേരം ശരിയായി കിട്ടുമ്പോൾ നമ്മൾ നല്ല ജോലി ചെയ്യണം. നേരം ശരിയില്ലെങ്കിൽ കുറച്ച് നമ്മളും വിശ്രമിക്കാം, തെറ്റില്ല. വെട്ടുക്കിളി പറഞ്ഞു, നീ പറയുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നാളേക്ക് വേണ്ടി ഇന്നുള്ള ദിവസം നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. നീ വേണമെങ്കിൽ ജോലി ചെയ്തോ, ഞാൻ പോവുകയാണ്. ബൈ ബൈ. ആ വെട്ടുക്കിളി ഇവിടെയും അവിടെയും ആടിപ്പാടി ആ വേനൽക്കാലം മുഴുവൻ നഷ്ടപ്പെടുത്തി. ചില ദിവസങ്ങളിൽ തന്നെ വേനൽക്കാലം കഴിഞ്ഞ് തണുപ്പ് കാലം തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും തണുപ്പ് കാറ്റ് വീശാൻ തുടങ്ങി. കഠിനമായ തണുപ്പിൽ പനിയും പെയ്യാൻ തുടങ്ങി. എല്ലാരും തങ്ങളുടെ കൂട്ടിൽ, ഗുഹയിൽ, വീട്ടിൽ ഇരുന്ന് തണുപ്പ് കാലം എപ്പോൾ കഴിയുമെന്ന് കാത്തിരിക്കുകയായിരുന്നു. എറുമ്പുകളും അവരുടെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. എന്തെന്നാൽ അവർ വേനൽക്കാലത്ത് തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ധാന്യങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് തങ്ങളുടെ ഭക്ഷണത്തെ കുറിച്ച് ഏതൊരു ആലോചനയും ഇല്ലായിരുന്നു. പക്ഷേ ആ വെട്ടുക്കിളിയുടെ അടുത്ത് തങ്ങാൻ വീടുമില്ല, കഴിക്കാൻ ഭക്ഷണവുമില്ല. വളരെ തണുപ്പ് കൊണ്ടും വിശപ്പ് കൊണ്ടും അതിന്റെ നിലമയായത് വളരെ മോശമായി. അത് എറുമ്പുകളുടെ അടുത്തേക്ക് പോയി. അധിക കുളിർ കൊണ്ട് അത് നടുങ്ങുകയായിരുന്നു. അത് എറുമ്പുകളോട് ചോദിച്ചു, എറുമ്പ് ചേച്ചി, എനിക്ക് കഴിക്കാൻ കുറച്ച് ധാന്യങ്ങൾ തരുമോ?
ഞാൻ കുളിരിൽ നടുങ്ങുകയാണ്. വിശപ്പ് കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ദയവ് ചെന്ന് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തരുമോ? അപ്പ എറുമ്പുകൾ പറഞ്ഞു, ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞില്ലേ വേനൽക്കാലത്ത് തന്നെ ഭക്ഷണത്തിന് എന്തെങ്കിലും ശേഖരിച്ചു വെക്കൂ എന്ന്. പക്ഷേ നീ ഞങ്ങൾ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലല്ലോ. അതിനു പകരം ഞങ്ങളുമായി കഷ്ടപ്പെടുന്നവരെ നീ പരിഹസിച്ചു. ഇപ്പോഴാണ് നിനക്ക് ബുദ്ധി വന്നത്. അതോ ഞങ്ങളുടെ അടുത്ത് തന്നെ നീ വന്ന് ധാന്യങ്ങൾ ചോദിക്കുന്നു? ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ശേഖരിച്ചത്. നിനക്ക് ഒന്നും കിട്ടില്ല ഇവിടെ. വെട്ടിക്കിളിക്ക് വലിയ നിരാശയായി പോയി. പക്ഷേ അതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് മനസ്സിലായി കുളിർകാലത്തിനു വേണ്ടി വേനൽക്കാലത്ത് തന്നെ ധാന്യങ്ങളെ ശേഖരിച്ചു വെച്ചിരിക്കണമെന്ന് അതിന് മനസ്സിലായി. വെട്ടുക്കിളി ഒന്നും പറയാതെ ആ സ്ഥലത്തിൽ നിന്ന് പുറപ്പെട്ടു. ഇതുപോലത്തെ തെറ്റ് ഞാൻ ഇനി ചെയ്യില്ല എന്ന് അത് പ്രതിജ്ഞയെടുത്തു. ഈ കഥയിൽ നിന്ന് നമുക്കറിയുന്നത്, കാലവും സന്ദർഭവും നമുക്ക് എതിരെ നിൽക്കുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെ നേരം കൂടി വരുമ്പോൾ തന്നെ ശ്രമിച്ച് ശേഖരിച്ചു വെക്കണം.